നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അന്തർമുഖിയായ ഒരു വ്യക്തിയുടെ മനോവ്യാപാരം എന്താണെന്നും എങ്ങനെ ഒരു അന്തർമുഖിക്ക് ബഹിർമുഖിയാകാൻ സാധിക്കും എന്നും നമുക്ക് ചിന്തിക്കാം. ഇൻട്രോവേർട്ട് ആകുക എന്നത് ഒരു ഭയമല്ല, അതൊരു ചെറിയ ഭീതിയുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന സംഗതി മാത്രമാണ്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ടതില്ല, എന്നാൽ നിങ്ങളെ കേൾക്കാൻ ലോകം കാത്തിരിക്കുന്നു. നിങ്ങളുടെ ശാന്തത ഒരു ശൂന്യതയല്ല, അതൊരു ശക്തിയാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങുന്ന ആ ആലോചനകളെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളും ലോകത്തോടൊപ്പം ഉണരാൻ തുടങ്ങും. പക്ഷികൾക്ക് പറക്കുന്നതിനായി ശബ്ദം ആവശ്യമില്ല. പകലിൽ പ്രകാശമുണ്ടാകാൻ ആരും പ്രസംഗിക്കേണ്ടതുമില്ലല്ലോ. അതുപോലെ നീയും നിൻ്റെ വഴിയിലുള്ളതുപോലെ തന്നെ ശക്തമായി നിലനിൽക്കുക. നിൻ്റെ ഉള്ളിലെ ചിന്തകൾ ശക്തമാണെന്നും അതിന് പദ്ധതികളുണ്ടെന്നും ലോകമറിയുന്നു. അതുതന്നെയാണ് നിൻ്റെ പ്രകാശം. ഇൻട്രോവേർട്ട് ആകുന്നു എന്നത് പലർക്കും ബുദ്ധിമുട്ട് തോന്നാവുന്ന ഒരാശയമാണ്. പലരും കരുതുന്നത് പോലെ ഇതൊരു അവഗണിക്കപ്പെടേണ്ട സ്വഭാവമല്ല, മറിച്ച് വലിയൊരു ശക്തിയാണ്. ശാന്തതയുടെ, ആന്തരിക ആലോചനയുടെ, ദീർഘനോട്ടത്തിൻ്റെ ഒക്കെ ഒരു ആഴമുള്ള അവസ്ഥയാണ്. ഒരാൾ ഇൻട്രോവേർട്ട് ആകുന്ന അവസ്ഥ എന്താണെന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. ഇൻട്രോവേർട്ടുകൾ പൊതുവെ തനിച്ചിരിക്കുമ്പോൾ സ്വയം ഊർജം വീണ്ടെടുക്കുന്നു, ആന്തരിക ആലോചനയെ അതിയായി വിലമതിക്കുന്നു. എന്നാൽ സമൂഹത്തിൽ നിലയും വിലയും ഉള്ള മറ്റാളുകളുടെയും വലിയ കൂട്ടായ്മകളുടെയും ഇടയിൽ അവരുടെ ഊർജം നഷ്ടപ്പെടുന്നതായി അവർക്ക് തോന്നുന്നു. അവർ വളരെ കുറച്ച് വേണ്ടപ്പെട്ടവരുടെയും അവർക്ക് ധൈര്യമായി ഇടപെടാൻ പറ്റുമെന്നുള്ളവരുടെയും മാത്രം ആഴമുള്ള ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇൻട്രോവേർട്ട് ആയിരിക്കുന്നവരുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ശാന്തതയെയും തനിച്ചിരിക്കലിനെയും അവർ ആസ്വദിക്കുന്നു. ഒറ്റയ്ക്കുള്ള സമയം സ്വന്തം ചിന്തകൾ അറിയാൻ അവർ ഉപയോഗിക്കുന്നു. പുസ്തകങ്ങളിലൂടെയും ആലോചനയ്ക്കും ആന്തരിക വളർച്ചയ്ക്കും അവർ വഴി തുറക്കുന്നു. അവരിൽ ഭൂരിപക്ഷം പേരും ആത്മപഠനം, തത്വചിന്ത, ആത്മകഥകൾ തുടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കും. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നത് ഇൻട്രോവേർട്ടുകളുടെ ശക്തിയാണെന്ന തിരിച്ചറിവ് അവർ നേടുന്നു. അവർ മറ്റുള്ള എല്ലാവർക്കുമായി സംസാരിക്കേണ്ടതില്ല എന്ന ബോധത്തിൽ അതിൻ്റെ ചുമതല സ്വയം ഒഴിവാക്കുന്നു. എല്ലാവരും ആയി ബന്ധം പുലർത്തേണ്ടതില്ല എന്നും കരുതുന്നു. കുറച്ച് ബന്ധങ്ങളായാലും ആഴത്തിലുള്ളത് തങ്ങൾക്ക് മതി എന്നവർ സ്വയം തീരുമാനിക്കുന്നു. അത് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നു. തങ്ങൾക്ക് വിശ്വസ്തരായ ചുരുക്കം ചിലർ മാത്രമുണ്ടായാൽ തന്നെ അവർ മാനസിക സമാധാനം ഉള്ളവരായി തീരുന്നു. ചിത്രരചന, സംഗീതം, എഴുത്ത് എന്നിങ്ങനെ സ്വന്തം പാഷനുകളിൽ ആഴത്തിൽ അവർ ശ്രദ്ധ തിരിക്കുന്നു. എങ്ങനെ ഇൻട്രോവേർട്ട് ആയിരിക്കുകയും അതിൽ നിന്ന് മുന്നോട്ട് വരികയും ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇൻട്രോവേർട്ട് ആയിരിക്കുക എന്നാൽ ആരെയും ഭയപ്പെടാതെ എങ്കിലും ഉൾവലിഞ്ഞ പ്രകൃതമുള്ളവരായിരിക്കുക എന്നതാണ്. തുടക്കത്തിൽ ചെറിയ വേദികളിൽ ചെറുതായി പങ്കാളികളാകുക, സംഭാഷണം തുറക്കാൻ അവസരങ്ങൾ കണ്ടെത്തുക. എന്നാൽ പിന്നീട് ക്ഷമയോട് സമൂഹത്തിൽ ഇടപെടാനും ശ്രമിക്കണം. അങ്ങനെ ഒരേപോലെ ഒറ്റയ്ക്കും സമൂഹത്തിലും തലയെടുപ്പ് നേടുക എന്നത് ലക്ഷ്യമാക്കണം. KJ റൗളിംഗ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, എലിയൻ മുസ്ക് തുടങ്ങിയ മഹാരഥന്മാർ ഇത്തരത്തിലുള്ള ഇൻട്രോവേർട്ടുകളായിരുന്നു എന്നതും പ്രചോദനകരമായ ഒരു സംഗതിയാണ്. ഒരു ഇൻട്രോവേർട്ട് ആകുക എന്നത് പുറം ലോകത്തിൽ നിന്നും ആത്മാവിലേക്ക് തിരിയുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അവിടെയുണ്ട് ശക്തിയും സമാധാനവും എന്ന് തിരിച്ചറിയുക കൂടി ചെയ്യുക. ഒരു ഇൻട്രോവേർട്ടായ വ്യക്തിയെ ഒരു സാമൂഹിക വ്യക്തിയാക്കുക എന്ന് പറയുന്നത് വളരെ നിരന്തരമായ ശ്രമം കൊണ്ടും ശാന്തതയും ബുദ്ധിമുട്ടുകളും ഉൾക്കൊള്ളേണ്ടതുമായ ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം സൂക്ഷിക്കണം. ഇത് മാറ്റമല്ല, വളർച്ചയാണ്. ഇൻട്രോവേർഷൻ ഒരു കുറവല്ല. അതിൽ നിന്ന് എക്സ്ട്രോവേർഷൻ വളർത്തുന്നതിൻ്റെ അർത്ഥം പൊതുലോകത്തേക്ക് അവർ സ്നേഹത്തോട് കടന്നു കയറുന്നു എന്നുള്ളത് മാത്രമാണ്. പടിപടിയായി വേണം സാമൂഹികതയിലേക്കുള്ള അവരുടെ പാത തെളിക്കേണ്ടത്. സ്വയം അംഗീകരിക്കുന്നത് മുതൽ തുടങ്ങുക. ഞാൻ മറ്റുള്ളവരെ പോലെ എക്സ്ട്രോവേർട്ട് ആകണമെന്നില്ല, എന്നാൽ സമൂഹത്തോടുള്ള ബന്ധം മനസ്സിനെപ്പോഴും നല്ലതാണ്, അത് വേണ്ടതുമാണ് എന്ന് മനസ്സിനോട് പറഞ്ഞ് ഒരു ധാരണയുണ്ടാക്കണം. അങ്ങനെ മനസ്സുമായി ചെറിയ സേഫ് കോൺവെർസേഷൻസ് തുടങ്ങുക. പിന്നെ പതിയെ ഒരു കൂട്ടുകാരനോടോ സുഹൃത്തിനോടോ പതുക്കെ കുശലം പറയാൻ തുടങ്ങുക. താൽപ്പര്യങ്ങൾ പങ്കുവെച്ച് സംഭാഷണം വളർത്തുക. കൂടെയുള്ളവർ ഇത്തരക്കാരെ പരിഗണിക്കുകയും ചെയ്യണം.
അവർക്കിഷ്ടമുള്ള വിഷയം കോൺവെർസേഷനിലേക്ക് കൊണ്ടുവരിക. പുസ്തകങ്ങൾ, ചിന്തകൾ, സംഗീതം, ഫിലോസഫി ഇവ വിഷയമാക്കി ചെറിയ ഗ്രൂപ്പിൽ പതുക്കെ സംഭാഷണം തുടങ്ങുക. ഒരു ഇൻട്രോവേർട്ടിൻ്റെ മനസ്സ് തുറക്കാൻ ബലപ്രയോഗമല്ല, ശാന്തമായ പ്രേരണയും പ്രോത്സാഹനവും മാത്രം മതി. ഒരു പൂവിന് പൂക്കാൻ കുറേ സമയം വേണ്ടി വന്നേക്കാം, പക്ഷേ അതിൻ്റെ ഗന്ധം ഒരിക്കൽ പുറത്തേക്ക് വരുമ്പോൾ അതുകൊണ്ടാകും പിന്നെ മറ്റുള്ളവർ അതിനെ തിരയുന്നത്. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ അന്തർമുഖരായിരിക്കുന്ന ഒരുപാട് പേരെ കാണാൻ ഇടവന്നിട്ടുണ്ട്. എന്നാൽ അവർ പിന്നീട് ജീവിതത്തിൽ പരിശ്രമം കൊണ്ട് വിജയിച്ചതായും കാണാൻ ഇടവന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.